ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിലെ എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, അത് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു 6 ക്വസ്റ്റ്യൻസ്, 6 അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3x ഈക്വൽ ടു 2x പ്ലസ് 18. നമുക്ക് മക്കളെ വേരിയബിൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? മേക്ക് ടുഗദർ ഓൾ ദ വേരിയബിൾസ്, എല്ലാ വേരിയബിൾസിനെയും ഒന്നിച്ചാക്കുക. സോ this 2x we can transpose to LHS. What will happen? This is positive here. ഇത് ഇവിടെ പോസിറ്റീവ് ആണ്. It become negative. So 3x minus 2x equal to 18. 3x എന്ന് 2x പോയാൽ ബാലൻസ് എത്ര x അവിടെ ഉണ്ടാവും? 3x നമ്മളുടെ കയ്യിലുണ്ട്, അതിൽ നിന്ന് 3x പോയി. 3 മിഠായി നമ്മളുടെ കയ്യിലുണ്ട്, അതിൽ നിന്ന് 2 മിഠായി പോയി. എത്ര എണ്ണം ഉണ്ട് ബാക്കി? ഒരെണ്ണം. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 18. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ സൊല്യൂഷൻ എത്രയാണ്? 18. ദെൻ സെക്കൻഡ് വൺ, 5t മൈനസ് 3 ഈക്വൽ ടു 3t മൈനസ് 5. ഇതിൽ വേരിയബിൾസിനെ ഒന്നിച്ചാക്കുക, വിച്ച് മീൻസ് ഈ 3tയെ LHSലോട്ടും മൈനസ് 3യെ RHSലോട്ടും കൊണ്ടുപോകാം. അപ്പോൾ എന്ത് സംഭവിക്കും? 5t 3t ഇവിടെ പോസിറ്റീവ് ആണ്, and it become negative minus 3t. minus 3 is negative here and here it is become positive. 5t എന്ന് 3t പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 2t ഉണ്ടാവും. ഇനി -5 പ്ലസ് 3, നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ഗിവ് ദ സൈൻ ഓഫ് ലാർജ് നമ്പർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 3? ഇറ്റ്സ് 2. സോ -2. and that is 2t equal to -2. എങ്ങനെ 2t വന്നത്? 5t minus 3t. 5tയിൽ നിന്നും 3t പോയി, ബാക്കി 2t. -5 plus 3 -2. ഇനി 2നെ പുറത്തോട്ട് കൊണ്ടുവരിക. സോ 2t means 2 into t. ഇൻറ്റു ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. സോ t equal to -2/2. What is 2/2? It's 1. Any one of them become negative, so the answer is also negative. So t equal to -1. Okay. Then third one, 5x plus 9 equal to 5 plus 3x. നിങ്ങൾ ഞാൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറുകൾ ചെയ്യാൻ കഴിയുന്നുണ്ടാവും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 3xനെ ഇങ്ങോട്ടും 9നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. സോ 5x പ്ലസ് ബിക്കം നെഗറ്റീവ് -3. ഈ പ്ലസും മൈനസ് ആവും. 5x നിന്ന് 3x പോയാൽ 2x. 5 നിന്ന് 9 പോകില്ല, അപ്പോൾ വലതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലതിൻ്റെ ചിഹ്നം. 9 നിന്നും 5 പോയാൽ 4 വലതിൻ്റെ ചിഹ്നം മൈനസ്, സോ ഇറ്റ്സ് -4. ഇനി ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 2 into x എന്നാണ്, ഇറ്റ് ബിക്കം ഡിവിഷൻ. ദാറ്റ് ഈസ് x ഈക്വൽ ടു -4/2. 4/2 2 ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ബിക്കം നെഗറ്റീവ്, ദാറ്റ് ഈസ് -2. ദെൻ ഫോർത്ത് വൺ, 4z plus 3 equal to 6 plus 2z. It's already familiar for you. നമുക്കിപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഇത് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. സോൾവ് ചെയ്യുക, എന്നിട്ട് പ്ലേ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, സോ ഈ 2zനെ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, 3നെ അപ്പുറത്തോട്ടും കൊണ്ടുപോയി. പ്ലസ് ബിക്കം നെഗറ്റീവ്, പ്ലസ് ബിക്കം നെഗറ്റീവ്. 4z minus 2z, it's 2z. 6 minus 3, it's 3. So z equal to 3/2. Then next one, 2x minus 1 equal to 4 minus x. മൈനസ് എക്സിനെ അപ്പുറത്തോട്ടും കൊണ്ടുവരിക, -1നെ അപ്പുറത്തോട്ടും കൊണ്ടുപോവുക. സോ -x become +x, -1 become +1. 2x plus x 3x, 14 plus 1 15. ഇനി ഈ 3നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ x equal to 15/3, that is 5. സോ x എത്രയാണ്? 5 എന്ന് കിട്ടി. ക്ലിയർ? The next one, 8x plus 4 equal to 3 into x minus 1 plus 7. ഇവിടെ കുറച്ചും കൂടി ഒന്നതുണ്ട്, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുക? ബ്രാക്കറ്റിന് തൊട്ട് മുമ്പുള്ള നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ബ്രാക്കറ്റിന് പുറത്തുള്ള ഓരോ നമ്പറിനെയും ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 into x 3x ആണ്. 3 into -1 എത്രയാണ്? -3 ആണ്. ഇനി നമുക്ക് എക്സുകളൊക്കെ ഒന്നിച്ചാക്കാം. ഈ 3xനെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോകാം, 4നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. ഓക്കെ, സോ 3x ഇവിടെ പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ് ആവും. 4 ഇവിടെ പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ് ആവും. സോ 8x നിന്ന് 3x പോയാൽ എത്രയാണ്? 5x ആണ്. ഇനി നെഗറ്റീവ് നമ്പറുകൾ, ആദ്യം പോസിറ്റീവ് നമ്പർ, ഒരെണ്ണേ പോസിറ്റീവ് നമ്പർ ഉള്ളൂ, അത് ഞാൻ എഴുതി 7. ഇനി നെഗറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് കൊടുക്കുക. -3 -4
-7. 7 - 7 എത്രയാണ്? 7 - 7 0 ആണ്. ദെൻ ഈ 5നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. സോ എക്സ് ഈക്വൽ ടു 0/5 എന്ന് കിട്ടും. വാട്ട് ഈസ് 0/5? ഇറ്റ്സ് 0. 0നെ നമ്മൾ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന എത്രയാണ്? 0 ആണ്. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0. ദെൻ 7th വൺ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ 5നെ, ഇത് 4/5 ആണല്ലോ, ഈ 4നെ ഈ ബ്രാക്കറ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 5നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊടുത്തു. ഡിവിഷൻ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ. 4/5 ഡിനോമിനേറ്ററിലെ 5നെ ഞാൻ അപ്പുറത്തോട്ട് എടുത്തു. ഹരിക്കാനുള്ളത് അപ്പുറം പോകുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. സോ 5 × x 5x, ദെൻ 4 × x 4x, 4 × 10 40. അതിനുശേഷം ഈ 4xനെ അപ്പുറത്ത് കൊണ്ടുപോകുക. 4x ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പുറം ചെല്ലുമ്പോൾ നെഗറ്റീവ് ആവും. സോ 5x - 4x = 40. 5x എന്ന് 4x പോയാൽ ബാക്കി എത്ര x ഉണ്ട്? 1x, അഥവാ x = 40. x = 40. ദെൻ എട്ടാമത്തത് 2x + 1, 2x/3 + 1 = 7x/15 + 1 3. അതിൽ എക്സുകളൊക്കെ ഒന്നിച്ചാക്കി ഞാൻ ഈ 7x + 15നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അതിവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവ് ആവും. ഈ +1 ഇപ്പുറം വരുമ്പോൾ -1 ആവും. ഇനി ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പം നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഈ ഡിനോമിനേറ്ററിനെ എങ്ങനെ സെയിം ആക്കുക? ഈ 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15 ആവും. അപ്പം മുകളിലും 5 കൊണ്ട് ഗുണിക്കുക. 2 × 5 10, ഒരു x ഉണ്ട്, അപ്പോൾ 10x. 3 × 5 15. ഇത് ഓൾറെഡി 15 ആണ് ഡിനോമിനേറ്റർ, സോ 7x/15. ഡിനോമിനേറ്റർ സെയിം ആയാൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യാൻ പറ്റും. സോ 10x - 7x / 15 = 2. ഇനി ഈ 15 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഡിവിഷൻ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ. 10x എന്ന് 7x പോയാൽ 3x. 2 × 15 വരും. 15 ഇവിടെ ഡിവൈഡ് ആണ്, അതിപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 2 × 15 13 ആണ്, 30. സോ ഈ 3നെ ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 3 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ x = 30/3 ആൻഡ് x = 10. ഓക്കെ, the next one, 2y + 5/3 = 26/3 - y. ഈ -y അപ്പുറം കൊണ്ടുവരിക, +5/3 അപ്പുറം കൊണ്ടുവരിക. പ്രോബ്ലം സോൾവ്. -y ഇപ്പുറം വരുമ്പോൾ +y ആവും, +5/3 ഇപ്പുറം വരുമ്പോൾ -5/3 ആവും. 2 y കൂടെ ഒരു y കൂട്ടിയാൽ 3 y ആയി. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യാം. 26 - y. 26 5 പോയാൽ 21 കിട്ടും. അപ്പോൾ 21/3 അത് 7 ആണ്. 7 × 3 ആണ് 21, സോ ഇറ്റ്സ് 7. ഇനി 3നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ y = 7/3 എന്ന് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ആണ് 3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറം ചെല്ലുമ്പോൾ ഡിവിഷൻ ആവും. സോ ഇറ്റ്സ് 7/3. ദെൻ 10th വൺ, 3m = 5m - 8/5. ഈ -8/5നെ അപ്പുറം കൊണ്ടുവരിക, 3mനെ അപ്പുറം കൊണ്ടുവരിക. കാരണം 5m ആണ് ഏറ്റവും വലുത്, അപ്പോൾ m പോസിറ്റീവ് ആവാനും വേണ്ടിയിട്ടാണ് ഞാൻ 3mനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ 5m - 3m എന്ന് പറയുന്നത് എത്രയാണ്? 2m ആണ്. ഓക്കെ, ഇനി 2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഇപ്പുറം വരുമ്പോൾ ഡിനോമിനേറ്ററിലോട്ട് പോകും. സോ 8/5 × 2 ദാറ്റ് ഈസ് 10. നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം. 8ന്റെ പകുതി 4 എന്ന് കിട്ടും, 10ന്റെ പകുതി 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4/5. ഓക്കെ, സോ എമ്മിന്റെ വാല്യൂ എത്രയാണ്? 4/5. ഇതിന് ഇനി ചെറുതാക്കാൻ പറ്റില്ലല്ലോ, സോ ഇറ്റ് ഈസ് 4/5. ഓക്കെ, ഇതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയുന്നത്.